നോയമ്പെടുക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. നോയമ്പ് രാവിലെ വെള്ള കീറുമ്പോൾ നോയമ്പെടുക്കുക, അസ്തമയം കാണുമ്പോൾ തീരുക, അതാണ് പകൽ സമയമാണ്. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഇതൊരു പഞ്ചായത്തിൽ ആ സമയത്ത് തുടങ്ങുമ്പോൾ തീരുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പൊ നോർവേ പോലെയുള്ള സ്ഥലങ്ങൾ, ഐസ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ രാത്രി 2 മണിക്കും 3 മണിക്കും എല്ലാം സൂര്യൻ ഇങ്ങനെ ഉണ്ട്, വെള്ള കീറി തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഉള്ളപ്പോൾ അവരെന്താ ചെയ്യുക? എല്ലാ ദിവസവും ആഹാരം കഴിക്കാതെ എത്ര ഒരു മാസം ആർക്കെങ്കിലും കിടക്കാൻ പറ്റുമോ? 2-ാം ദിവസം ആകുമ്പോൾ അവന്റെ ഏർപ്പാട് തീരും. അപ്പൊ ആരും അവിടെ പകലാണ്, പകല് മാത്രമാണുള്ളത്, സൂര്യൻ അസ്തമിക്കുന്നില്ല. പക്ഷെ ആചാരം എന്ന് പറയുന്നത് ഒരു നോക്കണ്ട. ഓരോരുത്തരൊക്കെ കണ്ടല്ലോ, യു എയിലൊക്കെ പോയി കഴിഞ്ഞാല് ആ മഗ്രിബോ അങ്ങനെ ഒരു സാധനം ഉണ്ട് വൈകിട്ട്, അതിന്റെ സമയം ഇങ്ങനെ മുറിക്കാനായിട്ട് ഇങ്ങനെ വണ്ടി ഓടി പോകുമ്പോ കൂട്ടിയിടിക്കാറുണ്ട്. ആ ഒരു വെപ്രാളത്തിന് കഴിക്കാതെ ആഹാരം കഴിക്കാനെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കഴിക്കാനായിട്ട് പോവാണ്. ഇതൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണി 4 മണിക്കൊക്കെ സൂര്യൻ ഇങ്ങനെ നിൽക്കാണ്. അവൻ എങ്ങോട്ട് ഓടി പോകും? അവരെന്താ ചെയ്യുന്നതിന്? അവര് ചെയ്യുന്നത് സൗദിയിലെ ടൈം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നോർവേയിൽ അനുഷ്ഠിക്കുക. അല്ല പിന്നെ ജീവൻ കിടക്കണ്ടേ? അതേപോലെ ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യം തങ്ങളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനപരമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചുമ്മാ എന്തെങ്കിലും ഉടായ്പ ന്യായം അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരും.